الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة إذا رجت الأرض رجا وبست الجبال بسا فكانت هباء منبثا وكنتم أزواجا ثلاثة فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين على سرر موضونة متكئين عليها متقابلين يطوف عليهم ولدان مخلدون بأكواب وأباريق وكأس من معين لا يصدعون عنها ولا ينزفون وفاكهة مما يتخيرون ولحم طير مما يشتهون وحور عين كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما
وأصحاب اليمين ما أصحاب اليمين في سدر مخضود وطلح منضود وظل ممدود وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوعة إنا أنشأناهن إنشاء فجعلناهن أبكارا عربا أترابا لأصحاب اليمين ثلة من الأولين وثلة من الآخرين وأصحاب الشمال ما أصحاب الشمال في سموم وحميم وظل من يحموم لا بارد ولا كريم إنهم كانوا قبل ذلك مترفين وكانوا يصرون على الحنث العظيم وكانوا يقولون أئذا متنا وكنا ترابا وعظاما أئنا لمبعوثون وكانوا يقولون أئذا متنا وكنا ترابا وعظاما أئنا لمبعوثون أوآباؤنا الأولون قل إن الأولين والآخرين لمجموعون إلى ميقات يوم معلوم لمجموعون إلى ميقات يوم معلوم صدق الله مولانا العلي العظيم
وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. الله سبحانه وتعالى നമ്മുടെ ഈ മജ്ലിസ് ഖബൂലാക്കുമാറാകട്ടെ. അല്ലാഹു പൊരുത്തപ്പെടുന്ന സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാകട്ടെ. ഈ മജ്ലിസിൽ സംബന്ധിച്ചതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെയൊക്കെ എല്ലാ ദോഷങ്ങളും പുറത്തു തരുകയും ആഖിറത്തിൽ നമ്മുടെ ദറജ ഉയർത്തി തരുകയും ചെയ്യുമാറാകട്ടെ. സാധുക്കളായ നമ്മൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ ആദരിച്ചു ബഹുമാനിച്ചു വന്നതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മാതാപിതാക്കളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിൽ അല്ലാഹു സന്തോഷവും റാഹത്തും സലാമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, വളരെ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളിലൂടെയാണ് സൂറത്തുൽ വാഖിഅ ഇപ്പോൾ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പ്രതിപാദിക്കാനുള്ളത് വളരെ ഭയാനകരമായ പ്രയാസകരമായ ചില അവസ്ഥകളെ കുറിച്ചും അതിന്റെ ആളുകളെ കുറിച്ചുമാണ്. തുടക്കത്തിലെ നാം പറഞ്ഞു 3 വിഭാഗം ആളുകൾ. അതിൽ 2 വിഭാഗം ആളുകളെയും വിവരിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞത് സുല്ലത്തും മിനൽ അവ്വലീന വസുല്ലത്തും മിനൽ ആഖിരീൻ. നേരത്തെ നാം പറഞ്ഞത് സുല്ലത്തും മിനൽ അവ്വലീന വഖലീലും മിനൽ ആഖിരീൻ. അതാരെ കുറിച്ചായിരുന്നു? മുഖറബീങ്ങളായ അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ ആളുകൾ. ആ ആളുകൾ മുൻകാലങ്ങളിൽ ധാരാളം ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് അല്ലെങ്കിൽ വർത്തമാനകാലത്ത് വളരെ ചുരുക്കമാണ്. എന്നാൽ മധ്യമ വിഭാഗമാകുന്ന അസ്ഹാബുൽ യമീനിനെ കുറിച്ചു പറഞ്ഞതിന് ശേഷം അല്ലാഹു പറഞ്ഞത് സുല്ലത്തും മിനൽ അവ്വലീന വസുല്ലത്തും മിനൽ ആഖിരീൻ. അത് ആദ്യകാലത്തും ധാരാളമുണ്ട്, പിൽക്കാലത്തും ധാരാളമുണ്ട്. ആദ്യകാലത്ത് ധാരാളം ഉണ്ട് എന്ന് പറഞ്ഞാൽ മുഖറബീങ്ങളൊക്കെ ആരാണ്? അസ്ഹാബുൽ യമീനിൽപ്പെട്ടവരാണ്. എന്നാൽ അസ്ഹാബുൽ യമീൻ മുഴുവനും ആരല്ല? മുഖറബീങ്ങളല്ല. കാരണം പിന്നെ അസ്ഹാബുൽ യമീൻ ആയെങ്കിലേ പിന്നെ അത് എവിടേക്കെത്താൻ പറ്റുള്ളൂ? മുഖറബീങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ അസ്ഹാബുൽ യമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറെ തെറ്റുകളുണ്ട്, കുറെ ഗുണങ്ങളുണ്ട്. അപ്പോ അങ്ങനെ തെറ്റുകളിൽ നിന്ന് മാറി 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 അസ്ഹാബുൽ യമീൻ അങ്ങനെ മൂത്ത് വരുമ്പോഴാണ് ആരാകുക? മുഖറബീങ്ങളിലേക്ക് വരിക. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ 2 സ്ഥലത്തും 2 നിലക്കാണ് പരാമർശിച്ചത്. മുഖറബീങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ആദ്യം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ ഓർമ്മപ്പെടുത്തിയത് സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ ഫീ ജന്നാത്തിൻ നഈം. മുഖറബീങ്ങളായ ആളുകളെ പറഞ്ഞു പരിചയപ്പെടുത്തിയതിന് ശേഷമാണ് ആ മുഖറബീങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാ സ്വർഗത്തിൽ അല്ലാഹു തയ്യാറാക്കിയിട്ടുള്ളത് എന്ന വിഷയങ്ങളിലേക്ക് കടന്നത് മുഖറബീങ്ങളെ പരിചയപ്പെടുത്തിയതിന് ശേഷമാണ്. എന്നാൽ അസ്ഹാബുൽ യമീനിന്റെ അവിടെയോ, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയമായ അനുഭൂതികളും അനുഗ്രഹങ്ങളും ഒക്കെ ധാരാളം പറഞ്ഞ് എന്നിട്ട് വഫാകിഹത്തിൻ കസീറ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ വഫുറുശിൻ മർഫൂഅ എന്ന് തുടങ്ങിയ സ്വർഗത്തിലുള്ള ആ അനുഗ്രഹങ്ങളും അനുഭൂതികളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഇത് ആർക്കുള്ളതാണ്? അതിൽ അസ്ഹാബുൽ യമീൻ, അസ്ഹാബുൽ യമീനുള്ളതാണ്. ഇങ്ങനെ 2 നിലക്ക് ഈ ഖുർആനിന്റെ ആയത്തുകളെ അല്ലാഹു കൊണ്ടുവന്നതിൽ പ്രത്യേകമായ ചില ഉദ്ദേശങ്ങളുണ്ട്. എന്താണത്? ഒന്നാമതായി അസ്ഹാബുൽ യമീനിനേക്കാൾ മുമ്പ് പറഞ്ഞ മുഖറബീങ്ങളായ ആളുകൾ അവര് അല്ലാഹുവിന്റെ സ്വർഗം വേണമെന്നോ അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷ വേണമെന്നോ എന്ന് കരുതി ഇബാദത്ത് ചെയ്യുന്നവരല്ല. അതേസമയം അസ്ഹാബുൽ യമീനോ അതൊക്കെ നമ്മളെ പോലുള്ള ആളുകൾ
നമുക്കൊക്കെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കിട്ടണമെങ്കിൽ എന്ത് വേണം? സ്വർഗമുണ്ട്, അവിടെ അങ്ങനൊക്കെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്, നരകമുണ്ട്, സുബ്ഹാനല്ലാഹ് അത് വലിയ അദാബാണ് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിന്റെ അദാബിനെ കുറിച്ചുള്ള ഖൗഫും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സ്വർഗത്തിലുള്ള റജാഉം നമ്മുടെ കൽബിലേക്ക് വരുമ്പോഴേ നമുക്ക് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനും നന്മ ചെയ്യാനും സാധ്യമാകൂ. മഹദിയായ ബീവി റാബിഅത്തുൽ അദവിയ്യ മഹദി അള്ളാഹുവിന്റെ മഹാന്മാരിൽപ്പെട്ടയാളാണ്, ഔലിയായിൽപ്പെട്ടയാളാണ്. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ അടങ്ങിയൊതുങ്ങി തന്റെ ആശ്രമത്തിൽ അള്ളാഹുവിന് ഇബാദത്ത് മാത്രമായി കഴിഞ്ഞുകൂടുന്ന മഹദി ഒരു ദിവസം പുറത്തിറങ്ങുകയാണ്. പുറത്തിറങ്ങി എന്ന് മാത്രമല്ല, അങ്ങാടിയിലൂടെ ഓടുകയാണ്. എന്താ? ഒരു കയ്യിൽ വെള്ളമുണ്ട്, മറുകൈയിൽ തീയുമുണ്ട്. ഈ ഒരു കയ്യിൽ വെള്ളവും മറ്റൊരു കയ്യിൽ തീയും പിടിച്ചുകൊണ്ട് മഹദിയായ ബീവി റാബിയത്തുൽ അദവിയ്യ സാധാരണക്ക് വിരുദ്ധമായി അതാ റോഡിലൂടെ നടക്കുമ്പോ ആർക്കും മഹദിയോടൊന്നും ചോദിക്കാൻ ധൈര്യമില്ല, ഒന്നും ചോദിക്കാൻ ധൈര്യമില്ല. എന്താണ്, എവിടേക്കാ പോകുന്നത്, എന്താണ് ഉദ്ദേശം എന്നൊന്നും ചോദിക്കാൻ ധൈര്യമില്ല. മഹദി അങ്ങനെ ഓടുകയാ. അപ്പോഴാണ് മഹദിയായ ബീവി റാബിഅത്തുൽ അദവിയ്യ മഹദിയുടെ അതേ ഗ്രേഡിലുള്ള ഒരാൾ അന്നുണ്ട്, ഹസൻ ബസരി തങ്ങളാണ്. എല്ലാവരും കൂടി ഹസൻ ബസരി തങ്ങൾ എത്തി ചെന്നിട്ട് പറഞ്ഞു, ഇതാ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെയാണ് അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞപ്പോ മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു വലിയ മഹാനാണ്. മഹദിയെ നേരിടാനും അതുപോലെ തടയാനും ചോദ്യം ചെയ്യാനും ഒക്കെ അർഹതയുള്ള ഒരു പദവിയിലേക്ക് എത്തിയ മഹാൻ തന്നെയാണ്. മഹാനായ ഹസനുൽ ബസരി തങ്ങൾ വന്നു. റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ ഒരു കയ്യിൽ തീയും മറുകൈയിൽ വെള്ളവുമായി ഓടുകയാ. മഹാനായ ഹസൻ ബസരി തങ്ങൾ പിടിച്ചവിടെ നിർത്തി. അല്ല റാബിഅ, എവിടേക്കാ പോകുന്നത് എന്ന് ചോദിച്ചപ്പോ മഹദി വിട്ടില്ല. എന്നെ വിടണം, ഞാൻ എന്റെ ദൗത്യം നിർവഹിക്കാൻ പോവുകയാണ്, എനിക്കൊരു പണി ചെയ്യാനുണ്ട്, എന്നെ അതിന് വിട്ടുതരണം. ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, പറ്റില്ല. എവിടേക്കാണ് പോകുന്നത്, എന്താണിത് എന്ന് ചോദിച്ചപ്പോ മഹദിയായ ബീവി റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഹസൻ ബസരി തങ്ങളെ, എന്റെ കയ്യിലുള്ള വെള്ളം എന്തിനാണെന്നറിയുമോ? അള്ളാഹുവിന്റെ അദാബാകുന്ന നരകമുണ്ടല്ലോ, ആ നരകം കെടുത്തിക്കളയാനാണ്. എന്റെ കയ്യിലുള്ള തീയോ അത് സ്വർഗം കത്തിച്ചു കളയാനാകുന്നു. എന്താ പറഞ്ഞത്? എന്റെ കയ്യിലുള്ള വെള്ളം കൊണ്ട് ഞാൻ നരകത്തിൽ വെള്ളം ഒഴിച്ച് നരകത്തെ കെടുത്തിക്കളയും, തീ കൊണ്ടോ ഞാൻ സ്വർഗത്തെ കത്തിക്കും. അപ്പ ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, അല്ലയോ റാബിയ, എന്തൊരു പണിയാ നിങ്ങൾ കാണിക്കുന്നത്? അപ്പൊ ആളുകൾക്കൊന്നും സ്വർഗത്തിൽ കടക്കണ്ടേ? കയ്യിലുള്ള തീ കൊണ്ട് സ്വർഗത്തെ അങ്ങ് കത്തിച്ചു കളഞ്ഞാൽ ആളുകളൊക്കെ സ്വർഗത്തിന് വേണ്ടി ഇബാദത്ത് ചെയ്യുമ്പോ അവർക്ക് സ്വർഗം വേണ്ടേ? റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഹസൻ ബസരി തങ്ങളെ, അത് തന്നെയാണ് എന്റെ പ്രശ്നം. നിങ്ങളാ പറഞ്ഞ തന്നെ പ്രശ്നം. എന്താ പറഞ്ഞത്? ആളുകളൊക്കെ ഇബാദത്ത് ചെയ്യുന്നത് എന്തിനാ? സ്വർഗം കിട്ടാൻ വേണ്ടിയാണ്. സ്വർഗത്തിന് വേണ്ടി ആരും അമല് ചെയ്യണ്ട. പടച്ച റബ്ബിനോടുള്ള സ്നേഹം കൊണ്ട് ഇബാദത്ത് ചെയ്യാൻ കഴിയുമോ അവർ ഇബാദത്ത് ചെയ്യട്ടെ, അല്ലാത്തവർ ഇബാദത്ത് ചെയ്യണ്ട, സ്വർഗത്തിനും പോണ്ട എന്നാണ് മഹദിയായ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. അപ്പൊ അതാണ് മുഖറബീങ്ങളായ ആളുകൾ. മുഖറബീങ്ങളായ ആളുകൾ അല്ലാഹുവിന്റെ സ്വർഗ്ഗം നരകമൊന്നും കണ്ടിട്ടല്ല അവർ അല്ലാഹുവിന് വഴിപ്പെടുന്നതും ഇബാദത്ത് ചെയ്യുന്നതും. അവർ യഥാർത്ഥമായി പടച്ച റബ്ബിനോടുള്ള മഹബ്ബത്തും ആദരവും ബഹുമാനവും വിശ്വാസവും അടിസ്ഥാനപ്പെടുത്തിയാണ് അവരുടെ ഒക്കെ ഇബാദത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മുഖറബീങ്ങളുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് നമുക്ക് ആക്കുമാറാകട്ടെ. സാധുക്കളായ നമ്മുടെ ഈമാനൊക്കെ വളരെ ചെറിയ ഈമാൻ. എന്തെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടായാൽ പതറിപ്പോകുന്ന ഈമാൻ. അള്ളാഹു നമ്മുടെ കൽബിനെയൊക്കെ കലിമത്തു തൗഹീദിലും ഈമാനിലും ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ.
അപ്പൊ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖറബീങ്ങളെ പരിചയപ്പെടുത്തിയപ്പോ ആദ്യം മുഖറബീങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. മുഖറബീങ്ങളെ പറഞ്ഞതിന് ശേഷമാണ് മുഖറബീങ്ങൾക്ക് എന്തൊക്കെയാണ് അല്ലാഹു സ്വർഗത്തിൽ ഒരുക്കിയിട്ടുള്ളത് എന്ന ശൈലി. അതേസമയം രണ്ടാമത്തെ വിഭാഗമാകുന്ന അസ്ഹാബുൽ യമീനോ, ആ അസ്ഹാബുൽ യമീനെ പറഞ്ഞത് സ്വർഗത്തിൽ അല്ലാഹു അവർക്ക് കൊടുക്കുന്ന നേട്ടങ്ങളും ഗുണങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ ഇങ്ങനെ എണ്ണി 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 പറഞ്ഞതിന് ശേഷം പറഞ്ഞു ഇതാർക്കുള്ളതാണ്, അത് അസ്ഹാബുൽ യമീൻ, അത് അസ്ഹാബുൽ യമീനിനുള്ളതാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള അന്തരം എന്ന് മഹാന്മാര് സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാ പറഞ്ഞത് സുല്ലത്തും മിനൽ അവ്വലീന വസുല്ലത്തും മിനൽ ആഖിരീൻ. ഈ അസ്ഹാബുൽ യമീനിന്റെ ആളുകള് അത് മുൻകാലങ്ങളിലും പിൻകാലങ്ങളിലും ധാരാളമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാ, അതാ സിറാത്തുൽ മുസ്തഖീം, സിറാത്ത് എന്ന പാലത്തിലൂടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലരെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കാറ്റിന്റെ വേഗതയിൽ സിറാത്തിലൂടെ നടക്കുന്ന ആളുകളുണ്ട്, പ്രകാശത്തിന്റെ വേഗതയിൽ നടക്കുന്ന ആളുകളുണ്ട്, മിന്നിന്റെ വേഗതയിൽ നടക്കുന്ന ആളുകളുണ്ട്. വിധങ്ങൾ പഠിപ്പിക്കുന്നു, ഒച്ച അരിച്ചു പോകുന്നത് പോലെ അരിച്ചു പോകുന്നവരുമുണ്ട്. മിനിങ്ങളെ, അങ്ങനെ സിറാത്ത് കടക്കുന്ന സമയം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, സജ്ജനങ്ങളായ ആളുകളുടെ മുഖത്ത്, അവരുടെ അവയവങ്ങളിൽ, അവരുടെ ശരീരങ്ങളിൽ നിന്ന് ശക്തമായ പ്രകാശം പ്രവഹിക്കുകയാണ്. ആ പ്രകാശത്തിലൂടെ സിറാത്തിലൂടെ ജനങ്ങൾ നടന്ന് അപ്പുറം കിടക്കുന്നത് സ്വർഗത്തിലെത്തുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുകയാണ്. അവന്റെ ചൂണ്ടുവിരലിൽ മിന്നാമിനിങ്ങിന്റെ പ്രകാശമുള്ള ഒരു ചെറിയ ലൈറ്റാണുള്ളത്. അത് ഇടക്കൊന്നിങ്ങനെ മിന്നും. ആ മനുഷ്യൻ അതങ്ങനെ മിന്നുമ്പോ ഒരടി എടുത്തു വെക്കും. പിന്നെ അതിന് ആ പ്രകാശം നിലക്കുമ്പോ അവിടെ തന്നെ നിൽക്കും. പിന്നെ ഒന്നുകൂടി മിന്നും, അപ്പൊ ഒരടി കൂടി എടുത്തു വെക്കും. അങ്ങനെ അതാ ആ മനുഷ്യൻ ആ മിന്നാമിനിങ്ങിന്റെ പ്രകാശത്തിന്റെ ആ വട്ടത്തിൽ നടന്ന് 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 സുബ്ഹാനല്ലാഹ് സ്വർഗത്തിലങ്ങി എത്താൻ കഴിയുന്ന സമയം വരുമ്പോ അതാ നരകത്തിലേക്ക് വീണു പോകുന്നു. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. അത് ഈ മനുഷ്യന്റെ അമലുകളുടെ കണക്കനുസരിച്ചാണ്, ദോഷങ്ങളുടെ കൂമ്പാരത്തിന്റെ കണക്കനുസരിച്ച്. അവന്റെ ആ ചെറിയ സൽക്കർമ്മങ്ങളെ കൊണ്ടുള്ള ഒരു ചെറിയ ശ്രമമാണ്, പക്ഷെ അത് വിജയിക്കുന്നില്ല. മറ്റു പല ആളുകൾ കഠിനാധ്വാനം ചെയ്ത കരക്കടക്കുന്ന ആളുകളുമുണ്ട്. അൽഹംദുലില്ലാഹ്, അതെന്തൊരു ആശ്വാസമാണ്. അതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ സൂറത്തുൽ വാഖിഅയുടെ അതാ മൂന്നാമത്തെ വിഭാഗം ആളുകളെ പഠിപ്പിക്കുകയാണ്. വഅസ്ഹാബു ശിമാലി മാ അസ്ഹാബു ശിമാൽ, അവരാരാ? ഹതഭാഗ്യരായ ആളുകൾ. മുഖറബീങ്ങളല്ല, അസ്ഹാബുൽ യമീനല്ല. മാ അസ്ഹാബു ശിമാൽ, അവരാരാണെന്ന് അറിയണോ? അവരുടെ അവസ്ഥ എന്താണെന്നറിയണോ? ഖുർആൻ പഠിപ്പിക്കുന്നു, ഫീ സമൂമിൻ വഹമീം, ഫീ സമൂമിൻ വഹമീം. രോമകൂപങ്ങളിലേക്ക് തുളച്ചു കയറുന്ന കഠിനമായ ചൂടിലായിരിക്കും അവ. രോമകൂപങ്ങളിലേക്ക് തുളച്ചു കയറുന്ന കഠിനമായ ചൂട്. വഹമീം, തിളച്ചുരുകുന്ന വെള്ളത്തിലുമായിരിക്കും. അതാണ് അസ്ഹാബു ശിമാലിന് അല്ലാഹു ഒരുക്കിയ കാര്യങ്ങളാ പറയുന്നത്. ഫീ സമൂമിൻ വഹമീം, രോമകൂപങ്ങളിലൂടെ തുളച്ചു കയറുന്ന ചൂട്, കഠിനമായ ചുട്ടുപൊള്ളുന്ന ആ അങ്ങനെയുള്ള ഒരു കാറ്റ്. സമൂമ് പറഞ്ഞാൽ എന്താണ്? രോമകൂപങ്ങളിലൂടെ തുളച്ചു കയറുന്ന ചുടുകാറ്റ്. ആ കാറ്റിലായിരിക്കും അവർ ഉണ്ടാവുക. അതുപോലെ ശക്തമായ തിളച്ച വെള്ളം.
ആശ്വാസകരമായ ഒരു സാഹചര്യവും അവിടെയില്ല. ഒരു ചെറിയ തണല് പോലും ലഭിക്കാനില്ല. വദില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം. അവിടെ എന്തെങ്കിലും ഒരു തണുപ്പ്, അതുപോലെ വദില്ലിൻ മിൻ യഹ്മൂം കറുത്ത ഒരു തരം പുക, ശക്തമായ പുക. ഇപ്പൊ ഇന്നലെ നമ്മളെ പത്രത്തിൽ കണ്ട് ഓട വൃത്തിയാക്കാൻ വേണ്ടി കയറിയപ്പോ അതിന്റെ ഉള്ളിൽ മലിനമായ വായു ശ്വസിച്ചതിന്റെ പേരിൽ എന്ത് ചെയ്തു? 3 ആളുകൾ മരണപ്പെട്ടു. അപ്പൊ ശക്തമായ കറുത്ത പുകയും മോശമായ അന്തരീക്ഷവും ഉണ്ടാകുമ്പോ അവിടെ പിന്നെ മരണം ഒന്നേ ഉള്ളത് ഇവിടെ കഴിഞ്ഞ്, പിന്നെ അവിടെ മരിക്കൂല. പിന്നെന്താ ഉള്ള അവസ്ഥ? പക്ഷേ ആ വിഷമകരമായ അവസ്ഥയിൽ അവൻ മരിക്കൂല്ലെന്നാ മരിക്കാൻ പോവുകയാണ്. ആ നിരക്കുള്ള ഒരു പ്രയാസത്തിലായിരിക്കും. അതാണ് കറുത്ത പുകയുള്ള ആ കറുത്ത പുകയാണ് അവിടെയുള്ളത്. മാത്രമല്ല ലാ ബാരിദിൻ വലാ കരീം, അല്പം തണലോ അല്പം തണുപ്പോ ഈ കഠിനമായ ചൂടിൽ നിന്ന്, ഈ കഠിനമായ ചുടുവെള്ളത്തിൽ നിന്ന്, ചുടുകാറ്റിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്ന ഒരു കണിക പോലും അവിടെ ഇല്ല. ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്റഫീൻ. അല്ലാഹു തൊട്ട് താഴെ പറയാണ് ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്റഫീൻ. ഇവരൊക്കെ ആരായിരുന്നെന്നറിയുമോ? ഇവരൊക്കെ ആരായിരുന്നെന്നറിയുമോ? മുമ്പ് വലിയ പ്രൗഢിയിൽ ജീവിച്ചിരുന്നവരാണ്. മുമ്പ് വലിയ പ്രൗഢിയിൽ ജീവിച്ചിരുന്നവരാ. ഓരോ റൂമുകളും എ സി ഉണ്ട്, വാഹനം എ സിയാണ്, വീട് എ സിയാണ്, മുന്തിയ വസ്ത്രങ്ങളാണ്, മുന്തിയ കാർപ്പറ്റും സോഫകളുമാണ്. അങ്ങനെ എല്ലാ നിലക്കും അവരാരായിരുന്നു? വലിയ മുന്തിയ ജീവിതം ജീവിച്ചിരുന്ന ആളുകളായിരുന്നു. അവരിന്ന് അവരുടെ അവസ്ഥ ഇതാണ്. അതാണ് ഇന്നഹും കാനൂ ഖബ്ല ദാലിക. ഈ മരണത്തിന് മുമ്പ് അഥവാ ദുനിയാവിൽ അവരായിരുന്നു, ഇഹലോകത്തവരായിരുന്നു മുത്റഫീൻ, വലിയ ഉന്നതമായ ജീവിതം ജീവിച്ചിരുന്നവരാണ്. വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അളീം. അതോടൊപ്പം തന്നെ വകാനൂ അവരായിരുന്നു അലൽ ഹിൻസിൽ അളീം, മഹാപാപങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ചവരായിരുന്നു. അവരുടെ സാമ്പത്തിക ബലത്തിന്റെ പേരിൽ, സ്വാധീനത്തിന്റെ പേരിൽ അക്രമികളായിരുന്നു, തമ്മാടികളായിരുന്നു. സ്വാധീനം, ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന സ്വാധീനം, ആ സ്വാധീനം ഉപയോഗപ്പെടുത്തി സത്യത്തെ അടിച്ചമർത്തിയവരായിരുന്നു, ഹക്കിനെതിരായിരുന്നു, പാവപ്പെട്ട മുഅ്മിനീങ്ങളെ പരിഹസിക്കുന്നവരായിരുന്നു. ഖുർആൻ മറ്റൊരു ഭാഗത്ത് അങ്ങനെ പറയുന്നുണ്ട്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ നരകത്തിൽ നിന്ന് മോചനം തേടുകയും എന്റെ അദാബിനെ ഭയക്കുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളില്ലേ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെ നാം ചിന്തിക്കേണ്ട മറ്റൊരു വസ്തുത, ഈ ഭൗതികമായ ലോകത്ത് നാം ജീവിക്കുമ്പോ തീർത്തും ഹക്കിന്റെ കൂടെ നിൽക്കണം. ഹക്ക് മനസ്സിലാക്കി ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് അറിയില്ല എന്ന് കൂട്ടുക, എന്നാൽ നമ്മൾ അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ പോകണ്ട. അതിനെപ്പറ്റി നമ്മുടെ അഭിപ്രായം പറയാൻ പോകണ്ട. അതല്ല, അത് ഹക്കാണെന്ന് അറിഞ്ഞിട്ട് പോലും ആ ഹക്കിനെതിരെ പറയുമ്പോ അത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്റഫീൻ വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അളീം. അല്ലാഹുതൊക്കെ ഒരുക്കിയതേ. കഴിഞ്ഞ ദിവസം ഒരു ക്ലിപ്പ് കണ്ടു, സുബ്ഹാനല്ലാഹ്, 2 സെക്കൻഡ് നേരം നോക്കിയപ്പോൾ എനിക്ക് സത്യത്തിൽ തല കറങ്ങി. ഒരു പലസ്തീനിയെ ഇസ്രായേലിട്ട് ജീവനോടെ ആ മനുഷ്യനെ 2 കൈ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ കുനിച്ചു നിർത്തിയിട്ട് മൂർച്ചയേറിയ കത്തി കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇങ്ങനെ വരയ്ക്കുക. ഓരോ വര ശരീരത്തിൽ ഇങ്ങനെ തട്ടുമ്പോഴും അല്ലാഹ് അല്ലാഹ് എന്നിങ്ങനെ ആ സാധു മനുഷ്യനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പൊ അള്ളാഹ് അത് വെറുതല്ല. ആ മുഅ്മിനീങ്ങളായ നമ്മൾ ചിന്തിക്കണം. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചില ആളുകളൊക്കെ ചിന്തിക്കും, നമ്മൾ മതപരമായ വിഷയങ്ങളിൽ കണിശമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോ ഇപ്പൊ നമ്മൾ അങ്ങനൊന്നും പറയണ്ട, സംഗതിക്ക് ഇടങ്ങറാണ് എന്ന് നമ്മൾ പറയും. പക്ഷേ അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ദീന് ദീനായി പറയുമ്പോ, ഹക്ക് ഹക്കായി പറയുമ്പോ അവിടെ നമ്മുടെ മുന്നിൽ പല തടസ്സങ്ങളും പല ഞൊണ്ടിന്യായങ്ങളൊക്കെ വരും. പക്ഷേ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നാം സൂക്ഷിക്കേണ്ടതുണ്ട്. വക്കാനൂ യുസിറൂന അലൽ ഹിൻസിൽ അദീം. സത്യം അറിഞ്ഞിട്ടും സത്യം ബോധ്യപ്പെട്ടിട്ടും സത്യം പറഞ്ഞു തരാൻ ആളുകളുണ്ടായിട്ടും അവർ ആ ബാത്തിലിൽ തന്നെ, മഹാപാപത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരായിരുന്നു. അവരുടെ സാമ്പത്തിക ശേഷി മദ്യപിക്കുകയും അതുപോലെ തന്നെ അനാവശ്യമായ വ്യഭിചാരങ്ങളും മദ്യപാനവും അശ്ലീലങ്ങളും വേണ്ടാവൃത്തികളുമായി എന്തു പറഞ്ഞാലും കുഞ്ഞു കുലുങ്ങിയാലും കുഞ്ഞാത്തു കുലുങ്ങൂല എന്ന് പറഞ്ഞ ആ രൂപത്തിൽ ആർക്കാ അപ്പൊ മദ്യപാനം ഹറാമാന്ന് അറിയാത്തത്? വ്യഭിചാരം ഹറാമാന്ന് അറിയാത്തത് ആർക്കാണ്? അതുപോലെ തന്നെ നമ്മുടെ വേഷവിധാനങ്ങൾ, ഞാൻ എന്റെ ചെറുപ്പക്കാരോട്, നമ്മുടെ മുടിവെട്ടുന്നതിലും ഫാൻസ് ധരിക്കുന്നതിലും ഒക്കെയുള്ള വിഷയങ്ങൾ അത് ഹറാമാണെന്ന് അറിയാത്തവരാരാണുള്ളത്? നമ്മുടെ പെൺമക്കളുടെ ഡ്രസ്സുകളിലും വേഷവിധാനങ്ങളിലും അവരെ പൊതുരംഗത്തേക്ക് ഇറക്കുന്നതിലുമൊക്കെ അത് ഹറാമാണെന്ന് അറിയാത്തവരാരാണുള്ളത്? അതാണ് ഖുർആൻ പറയുന്നത്, വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അദീം. ഞാനത് വിശദമായി പറയുന്നില്ല. സാധുക്കളായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുന്നു. അള്ളാഹു അതിൽ നിന്നൊക്കെ വിട്ടുമാറി ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതാണ് വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അദീം. മാത്രമല്ല ഇതൊക്കെ പറയുമ്പോ ഇങ്ങനെ മഹ്ശറയുണ്ട്, ഹിസാബുണ്ട്, അദാബുണ്ട്, വിചാരണയുണ്ട്, സിറാത്തുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ടെന്ന് പറയുമ്പോ വക്കാലോ അവരായിരുന്നു യഖൂലൂന ചോദിച്ചിരുന്നു, പറഞ്ഞിരുന്നു, അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇദാമൻ അഇന്നാ ലമബ്ഊസൂൻ അവ ആബാഉനൽ അവ്വലൂൻ. അല്ലാഹ് പറയാ യഖൂലൂന, അവര് പറയും, അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇദാമാ, ഞങ്ങൾ മരിച്ചു, അങ്ങനെ മരിച്ചിട്ട് ഞങ്ങൾ ആറടി മണ്ണിൽ മറവ് ചെയ്തു, ഞങ്ങളൊക്കെ ദ്രവിച്ചുപോയി, അസ്ഥിപഞ്ജരങ്ങളായി എന്നതിന് ശേഷം ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും എന്നാണോ ഈ പറഞ്ഞത്? ഞങ്ങളൊക്കെ മരിച്ച് മണ്ണായി, ചിലത് കത്തിച്ച് വെണ്ണീറാക്കി പുഴകളിലും നദികളിലുമൊക്കെ ഒഴുക്കിക്കളഞ്ഞു, അതുപോലെ മറവ് ചെയ്തതൊക്കെ ദ്രവിച്ച് മണ്ണായി പോയി, ഇനി ഞങ്ങളെ ആര് ജീവിപ്പിക്കാനാ? അല്ലെങ്കിൽ അവ ആബാഉനൽ അവ്വലൂൻ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പിതാക്കൾ, ആ പിതാക്കളെ ജീവിപ്പിക്കുമെന്നാണോ പറഞ്ഞത്? ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നവര് പറയും. അപ്പൊ ഖുർആൻ പറയുകയാണ്, ഖുൽ, നബിയേ, ഇത്തരം അബദ്ധങ്ങൾ ചോദിക്കുന്നവരോട് പറയണം, ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ ലമജ്മൂന ഇലാ മീഖാതി യൗമിൻ മഅലൂം. ഖുർആൻ പറയാണ്, നബി അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞോളി, ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ, ഈ സമൂഹത്തിന്റെ ആദ്യകാലം മുതൽ അവസാനം വരെയുള്ള ആളുകളുണ്ടല്ലോ, അവരെ നാം ഒരുമിച്ച് കൂട്ടും. ലമജ്മൂൻ, തീർച്ചയായും അവരെ നാം ഒരുമിച്ച് കൂട്ടുന്ന, അതിന് സംശയം വേണ്ട. അതാണ് ലമജ്മൂൻ എന്ന ലാമ് തഅ്കീദിന്റെ ലാമ. ലമജ്മൂന, തീർച്ചയായും അവരെ നാം ഒരുമിച്ച് കൂട്ടും. ഇലാ മീഖാതി യൗമിൻ മഅലൂം, അറിയപ്പെട്ട ഒരു ദിവസം വരാനുണ്ട്, അറിയപ്പെട്ട ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിന്റെ നിശ്ചിത പരിധിയിൽ അവരെ മുഴുവനും നാം ഒരുമിച്ച് കൂട്ടും നബിയെ എന്നവരോട് പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നു. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? വഅസ്ഹാബുശ് ശിമാലി മാ അസ്ഹാബുശ് ശിമാൽ. ഈ ഹതഭാഗ്യരായ ആളുകൾ അവരാരാണ്? അവരുടെ അവസ്ഥ എന്താ? ഫീ സമൂമിൻ വഹമീം, അവർ രോമകൂപങ്ങളിലേക്ക് തുളച്ചു കയറുന്ന കഠിനമായ ചുടുകാറ്റിലും കഠിനമായ ചുടുവെള്ളത്തിലുമായിരിക്കും.
അതെ, കറുത്ത ഒരു തരം പുകയായിരിക്കും അവരെ വലയം ചെയ്തിരിക്കുന്നത്. ലാ ബാരിദിൻ വലാ കരീം, ആശ്വാസകരമായ ഒരവസ്ഥയും അവർക്ക് അവിടെ ഉണ്ടാവുകയില്ല. ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്റഫീൻ, അവർ മുൻകാലങ്ങളിൽ ഇഹലോകത്ത് വെച്ചുകൊണ്ട് ഉയർന്ന നിലവാരത്തിലുള്ള ജീവിതം ജീവിച്ചിരുന്നവരായിരുന്നു. മാത്രമല്ല സദാസമയവും പാപങ്ങളിൽ മുഴുകിയിരുന്ന ആളുകളായിരുന്നു. അവർ ചോദിക്കും, ഞങ്ങൾ മരണപ്പെടുകയും അതുപോലെ മണ്ണാകുകയും അല്ലെങ്കിൽ അസ്ഥിപഞ്ജരങ്ങളാവുകയും ചെയ്തതിന് ശേഷം വീണ്ടും ഞങ്ങളെയോ ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരെയോ ഉയർത്തെഴുന്നേൽപ്പിക്കും, പുനരുദ്ധരിപ്പിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നവർ പറയും. അപ്പോൾ നബിയെ നിങ്ങൾ പറയുക, ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ ഇന്നൽ അവ്വലീന വൽ ആഖിരീന ലമജ്മൂന ഇലാ മീഖാതി യൗമിൻ മഅലൂം. ഈ ലോകത്ത് ആദ്യം കഴിഞ്ഞു പോയവരും അവസാനമുള്ളവരുമായ മുഴുവൻ ആളുകളെയും അറിയപ്പെട്ട ഒരു ദിവസത്തിൽ നാം ഒരുമിച്ച് കൂട്ടും നബിയേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബു ശിമാലിന്റെ കഥയാ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സാധുക്കളായ നമ്മൾ ചോദിക്കാൻ അർഹരല്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ നമ്മുടെ ഇബാദത്തിന്റെ കാരണം പറഞ്ഞുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകാം, അല്ലെങ്കിൽ നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ട് നമുക്ക് മാപ്പ് തരികയാണെങ്കിൽ അങ്ങനെയും നമുക്ക് കടക്കാം. ഇതിലേതിലെങ്കിലും ഒന്നിലെങ്കിലും യജമാനനായ റബ്ബ് തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹ്മാനായ രാജ സയ്യിദായ തമ്പുരാനെ, നിങ്ങൾ സാധുക്കളാണ്, പാപികളാണ്, ദോഷികളാണ്. റഹ്മാനെ, നിന്റെ സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല റാഹത്തിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ ക്ലാസ്സിന് വരുന്ന ഹുസ്സൻ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് സുഖമില്ലാത്തത് കൊണ്ട് നമ്മുടെ ക്ലാസ്സിന് വരാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ആ സുഖം അല്ലാഹു നമ്മുടെ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. എന്തു പ്രയാസങ്ങളാണെങ്കിലും ബുദ്ധിമുട്ടുകളാണെങ്കിലും അതെല്ലാം അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഈ മജ്ലിസിൽ വരുന്ന ആളുകൾ, അവരുമായി ബന്ധപ്പെട്ടവരും, രോഗികളോ വിഷമങ്ങൾ അനുഭവിക്കുന്നവരോ സാമ്പത്തിക പ്രയാസങ്ങളുള്ളവരോ മറ്റു മാനസിക ബുദ്ധിമുട്ടുകളുള്ളവരോ ഉണ്ടെങ്കിൽ അതെല്ലാം അല്ലാഹു നീക്കി റാഹത്തിലും സലാമത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. ഇനി സഹോദരങ്ങളെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവസാനം കുറച്ച് സമയം നമ്മുടെ ഫിഖ്, കഴിഞ്ഞ ദിവസം നാം പറഞ്ഞത് നിസ്കാരത്തിന്റെ സ്വഹീഹാകുന്നതിനുള്ള പ്രധാനപ്പെട്ട അതിന്റെ ഷർത്തുകളിൽ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞു. ശരീരം, വസ്ത്രം, സ്ഥലം എന്നിവ ശുദ്ധിയാകണം. ഒന്നാമതായി അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകണം. ഇനി ഔറത്ത് മറക്കുക എന്നത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അത് നമ്മൾ പറഞ്ഞു അല്ലേ? ഔറത്ത് മറക്കുക. എന്തുകൊണ്ടാണ് ഔറത്ത് മറക്കേണ്ടത്? നിസ്കാരത്തിൽ മാത്രമല്ല, അല്ലാത്തപ്പോഴൊക്കെ ഈ നിയമം ബാധകമാണ്. തൊലിയുടെ നിറം കാണാത്ത വിധത്തിലുള്ള കട്ടിയുള്ള വസ്ത്രം, തൊലിയുടെ നിറം കാണാത്ത വിധത്തിലുള്ള കട്ടിയുള്ള വസ്ത്രം കൊണ്ടാണ് ഔറത്ത് മറക്കേണ്ടത്. ഇപ്പൊ ഇറങ്ങുന്ന ചില ഡബിൾ മുണ്ടുകൾ ഇപ്പൊ അങ്ങനെ വല്ലാതെ കാണാനില്ല. അതൊക്കെ ഇറങ്ങിയുന്ന സംഗതി നല്ല വിലയുള്ള സാധനമാണ്. അങ്ങനെ പുറകെ ഇങ്ങനെ ചുറ്റി കുട്ടിയാൽ ഒരു കയ്യിൽ ഇങ്ങനെ പിടിക്കുക. ടൈലർമാർക്കൊക്കെ അതിനെ പറ്റി നന്നായിട്ട് അറിയാം, തുണിയെ പറ്റിയിട്ട്. ആ ജാതിയിൽ ഒരു ഡബിൾ മുണ്ടൊക്കെ ഇറങ്ങിയിരുന്നു. അതിങ്ങനെ എടുത്തോണ്ട് നിന്നാല് ശരിക്കും ഇങ്ങനെ അങ്ങാടി കാണുന്നമാര് ഇങ്ങനെ കാണാം. എല്ലാ അണ്ടർവെയറിന്റെ അടിവസ്ത്രത്തിന്റെ നിറം വരെ, അതിന്റെ കമ്പനി വരെ ഇങ്ങനെ പുറത്തേക്ക് കാണാം. നമ്മളിപ്പോ സാധാരണ പറഞ്ഞമാതിരി ഇപ്പൊ അത് കീച്ചിട്ട് താഴത്തേക്ക് ഇട്ട് നടക്കുന്ന കാലാണ്. ഏതായിരുന്നാലും ഔറത്ത് മറക്കുക, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊക്കെ രക്ഷിതാക്കളും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ പെൺകുട്ടികളുടെ ഔറത്ത് മറക്കുമ്പോ അവിടെ ഇപ്പൊ തലമറക്കാന്നുള്ള സ്വഭാവം തന്നെ ഇല്ല. പിന്നെ ഇപ്പൊ എന്താണത്, ഒരു കോണാപ്പാളി കൗത്ത് കൂടെ ഇട്ടുണ്ടാവും. ഈ തലയിൽ ഇടുകയാണെങ്കിൽ തന്നെ അതെന്താണ്, ഒരു നെറ്റ്, നൈസ് നൂല് കൊണ്ട് നെയ്തുണ്ടാക്കിയ ഒരു നെറ്റ്. അവിടെയും ഇത് ബാധകമാണ്. ശരീരത്തിന്റെ അഥവാ തൊലിയുടെ നിറം കാണാത്ത വിധം കട്ടിയുള്ള വസ്ത്രം കൊണ്ട് ധരിക്കണം.
അതുപോലെ ഫാൻസ് ധരിക്കുന്ന ആളുകൾ സുജൂദിലേക്കും റുക്കൂയിലേക്കും ഒക്കെ പോകുമ്പോ അവരുടെ വസ്ത്രം ഇറക്കല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ ഷർട്ട് മേപ്പിട്ട് പോകും, പാന്റ് താഴേക്ക്. ഇന്നത്തെ സ്വഭാവം പിന്നെ നേരത്തെ തന്നെ പാന്റ് താഴത്താണുള്ളത്, പിന്നെ ഇനി പറയാനില്ല. അപ്പൊ ആ വക വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഔറത്ത്, പുരുഷന്റെ ഔറത്ത് മുട്ടുപുക്കളിന്റെ ഇടയിലുള്ള സ്ഥലം, ഓനാ ഒരു ഔറത്ത്. പിന്നെ ബാക്കിയുള്ളത് അപ്പുറം നമ്മൾ മറക്കണ്ടല്ലേ, നമ്മുടെ മാന്യതയാണ്. ഇതൊക്കെ ഇപ്പൊ അടുത്ത കാലത്ത് തന്നെ മുസ്ലിം നാമധാരികളായ ആളുകൾക്കിടയിൽ തന്നെ വളരെ വിവാദങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കിയതാ. ഒരു വിദ്വാൻ പറഞ്ഞു, മൂപ്പര് വലിയ ആളാണ്, മൂപ്പര് പറഞ്ഞു വസ്ത്രത്തിന്റെ നീളം കൂടിയേണ്ടത് മാന്യത കൂടൂല. നമ്മുടെ MES-ന്റെ നേതാവ് പറഞ്ഞതാ. പെണ്ണുങ്ങൾ പർദ്ദ ധരിക്കുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ മറ്റു ഔറത്ത് മറയുന്ന, പൂർണ്ണമായി ഔറത്ത് മറയുന്ന ഹിജാബ്, അതുപോലെ പർദ്ദ തുടങ്ങിയ വസ്ത്രം ധരിക്കുന്നതിനെ വിമർശിച്ചുകൊണ്ട് മുസ്ലിം നാമധാരിയായ അയാൾ തന്നെ പറയാണ്, വസ്ത്രത്തിന്റെ നീളം കൂടിയത് കൊണ്ട് മാന്യത കൂടൂല. ആ മരപ്പൊട്ടൻ അങ്ങനെ തന്നെ പറയട്ടെ. ആ ചങ്ങായി നിങ്ങളൊരു പരിപാടിക്ക് വിളിച്ചാലേ മൂപ്പര് ഒരു തുണി മാത്രത്തെ ഒരു പരിപാടിക്ക് വരൂ. എന്നാ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ നമ്മളൊരു പരിപാടി, ഒരു നിശ്ചയത്തിനോ കല്യാണത്തിനോ വിളിച്ച്, ഏതായാലും ഔറത്ത് മറക്കൽ നിർബന്ധമായി പറഞ്ഞത് ഇസ്ലാമിനും പറഞ്ഞില്ല തന്നെയാണ്, മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ള സ്ഥലമാണ്. അപ്പൊ ഒരു തുണി മാത്രം എടുത്തിട്ട് വേണ്ട നമ്മൾ ഇവിടുന്ന് അങ്ങാടിക്കൊന്ന് ഇറങ്ങും, അത് മാന്യതല്ല. അതെന്താണ്? അതൊരു വിഷയം പറയുമ്പോ അതിന്റെ ആദ്യ അവസാനം പറയണം. അപ്പൊ അതുകൊണ്ട് തന്നെ നിർബന്ധമായ ബാധ്യത ഇതാണ്. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? അത് നമ്മുടെ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും മറച്ചിരിക്കണം, എവിടെയാണെങ്കിലും അത് മറച്ചിരിക്കണം. അതിനാണ് പറഞ്ഞത്. ഇനി നമ്മള് വീട്ടില് ചിലപ്പോ ഇപ്പൊ കുറെ ആൾക്കാർ റോട്ടിൽ കൂടെ ഓടും മണ്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരാൾ തീരുമാനിച്ച് ഏതായാലും 10 തെങ്ങുണ്ട്, ഓരോ ദിവസം ഓരോ തെങ്ങിനെ കട അളക്കാം എന്ന് തീരുമാനിച്ച്, എന്നാ ഓനപ്പോ ഏതായാലും ഇപ്പൊ ആ പുതിയ തുണിക്കുപ്പായൊക്കെ പെണ്ണുങ്ങളോട് പറയാം, നേരം വിളിക്കുമ്പോ തന്നെ ആ പുതിയ തുണിക്കുപ്പായൊക്കെ ഒന്ന് ഇസ്തിരി ചെയ്തേക്ക്. എന്തിനാണ്? തെങ്ങിനെ കട അളക്കാൻ പോവാനാ? അവിടെ പറ്റുമോ? അത് പറ്റില്ല. അപ്പൊ ഈ നിയമം പറഞ്ഞത് എന്തിനാണ്? അത് വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും തൊഴിലെടുക്കുമ്പോഴാണെങ്കിലും എവിടെയാണെങ്കിലും എന്താക്കണം? അത് മറച്ചേ പറ്റൂ. സ്ത്രീകൾക്ക് 4 ഔറത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചോ? പറഞ്ഞില്ലേ? അതവനെ പറയേണ്ടയില്ല, കാരണം ഞാനത് പല സ്ഥലങ്ങളിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എവിടെ പറഞ്ഞെന്ന് ഓർമ്മ ഉണ്ടാവൂല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് 4 ഔറത്ത്. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വളരെ കൃത്യമായി തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, അടുത്ത ചെറുത്ത് ഖിബിലക്ക് മുന്നിടുക എന്നത്. ഈ ഖിബില കഅബാലയത്തിന്റെ അടുത്താണ് എങ്കിൽ, ഹജ്ജിനും ഉംറക്കൊക്കെ പോയിക്കുകയാണെങ്കിൽ നമ്മൾ ഉറപ്പിക്കണം ഇത് നേർക്ക് നേരെ കഅബന്റെ നേരെ തന്നെയാണ്. ഇവിടെയാണെങ്കിലോ നമ്മുടെ ഏകദേശം കഅബയുടെ ദിശയിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ മതി പരമാവധി. അവിടെ ആവുമ്പോ പറയാനുള്ള കാരണമുണ്ട്. കാരണം ഹറമിലൊക്കെ ആകുന്ന സമയത്ത് നമ്മളൊരു നൂലിന്റെ പഴച്ചാൽ മതി, അത് പിന്നെ നേരിട്ട് അങ്ങനെ പിടിച്ചാൽ ചിലപ്പോൾ നേരെ അങ്ങോട്ടേക്കാരം പോവുക. അറിയാത്ത ആളുകളൊക്കെ അവിടെ പോയിട്ട് അവിടെ ഇവിടെയും പോയി നിന്ന് നിസ്കരിക്കുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിച്ച ഒരു സ്ഥലമുണ്ട്. ഞങ്ങളിങ്ങനെ പോയപ്പോൾ ഒരു സ്ഥലം അവിടെ ഉണ്ട്. പിന്നെ 2 ആൾക്കാരൊന്നും ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടുന്ന് ഇങ്ങനെ നേരെ നോക്കി, കഅബ നോക്കിയാൽ കാണുന്ന സ്ഥലമാണ്. അവിടുന്ന് നേരെ നോക്കുമ്പോ കഅബ കിടക്കുന്നത് ഇവിടെയാണ്, ഒരു തിരിഞ്ഞിരിക്കണം അങ്ങോട്ടുമാണ്. കഅബ കിടക്കുന്നത് നേരെ പുറത്താ. അപ്പോ ഹറമിലാണ് എങ്കിൽ ഇത് ഖിബില ആ കഅബ നേരെ തന്നെയാണെന്ന് ഉറപ്പിക്കൽ നിർബന്ധമാണ്. അപ്പൊ അവിടെ നമ്മൾ നിൽക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം എന്താണ്? കഅബ ഉള്ള നാട്ടിലാണ് നമ്മൾ, അതിന്റെ തൊട്ടടുത്താണുള്ളത്. അപ്പൊ നമ്മൾ നിൽക്കുമ്പോൾ എല്ലാവരും നിൽക്കണം, അതിന്റെ കൂട്ടത്തിൽ നിന്നാ പോരാ. നമ്മളൊന്ന് നോക്കി അതിന്റെ ദിശയൊക്കെ ഒന്ന് ശരിയാക്കി എന്താക്കണം? റെഡിയായി നിൽക്കണം. നമ്മൾ ഇവിടുന്നൊക്കെ ആണെങ്കിലോ അത് നമ്മൾ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട്. ആ കണക്കനുസരിച്ച് ഏകദേശ രൂപ ഉണ്ടായാൽ മതി. ഏകദേശ രൂപ ഉണ്ടായത് മിക്കവാറും ചിലപ്പോൾ നമ്മൾ നിൽക്കുന്ന നേരെ പിടിച്ചു നോക്കിയാൽ ചിലപ്പോൾ എന്തായിക്കോണമെന്നില്ല, ലെവലായിക്കോണമെന്നൊന്നുമില്ല. നമ്മുടെ വീടുകളിൽ മറ്റൊക്കെ ആവുമ്പോ, പള്ളികളിലൊക്കെ പിന്നെ അത് ആ സംഗതിയൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. എന്നാലും അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഈ ഖിബിലൊക്കെ ശരിയാക്കിയാൽ ലേശം തന്നെ തെറ്റിയാൽ. അപ്പോ പരമാവധി അതതിന്റെ ഷർത്താണ്. അത് അടുത്താണെങ്കിൽ നിർബന്ധമാണ്, അടുത്തല്ലെങ്കിലും അതിന്റെ ദിശ നിർണയിച്ചുകൊണ്ട് കൃത്യമാക്കൽ എന്തുണ്ട്? നിർബന്ധമുണ്ട്. അത് വാഹനങ്ങളിലുള്ള യാത്ര അത് ചെയ്യുമ്പോ ഖിബിലക്ക് മുന്നിടുക എന്ന് പറഞ്ഞാൽ, പിന്നെ
അത് 2-3 സൈസ് വിഷയമാണ് അതിന്റെ മസാല ഉള്ളത്. ചില വാഹനങ്ങളിൽ നമുക്ക് കിബിലക്ക് മുന്നിടാൻ വേണ്ടി നിൽക്കാൻ ചിലപ്പം കഴിയില്ല, മറിഞ്ഞു പോകും. അപ്പോ അങ്ങനെയുള്ള ആ കിബില എല്ലാ സമയങ്ങളിലും നമുക്ക് ട്രെയിനിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവിടെ കിബിലക്ക് മുന്നിടലും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധം. ട്രെയിനിൽ നമുക്ക് എന്ത് ചെയ്യാം, ദിശ തിരിച്ചു നിൽക്കാനും നേരെ നിൽക്കാനൊക്കെ കഴിയും. അപ്പൊ അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യേണ്ടതുണ്ട്, നേരത്തിന് ഇൻഷാ അല്ലാഹ് നാളെ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ഖിബിലക്ക് മുന്നിടുക എന്നുള്ള വിഷയമാണല്ലോ. ആ വാഹനങ്ങളിലാകുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ള ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് അതിനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാം. അപ്പൊ അതിന്റെ ചുരുക്കത്തിലുള്ള അതെന്താണെന്ന് വെച്ചാല് നമുക്ക് അതിൽ എഴുന്നേറ്റ് നിൽക്കാനും അതുപോലെ തന്നെ നേരെ ഖിബില നോക്കി തിരിഞ്ഞു നിൽക്കാനൊക്കെ പറ്റുന്ന ജാതി വാഹനങ്ങളാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, അവിടെ നിർബന്ധമായും അതൊക്കെ പാലിച്ചിരിക്കണം. റുക്കൂഉം സുജൂദും കാര്യങ്ങളൊക്കെ. നമ്മുടെ അജ്മീറിലൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ രാത്രി ആയാലും കിബിലും കാര്യങ്ങളും നമുക്ക് എന്താക്കാൻ കഴിയില്ല, എവിടെയാ തിരിക്കാൻ കഴിയില്ല. അങ്ങനെ വരുന്ന ഇടത്ത് നമ്മൾ എവിടേക്കാണോ യാത്ര പോകുന്നത് അവിടേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക. ഇൻഷാ അല്ലാഹ് അതിന്റെ മസാല അത് വിശദമായി പറയേണ്ടത് കൊണ്ട് നമ്മൾ ഇനിയിപ്പോ സമയമില്ലാത്തത് കൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് അതിനെപ്പറ്റി എന്താക്കാം വിശദമായി പറയാം. അപ്പോ ട്രെയിനിലൊക്കെ അങ്ങനെ ആണെങ്കിൽ പോലും രാത്രിയിൽ ചിലപ്പോൾ എന്താകും, നമ്മൾ രാത്രി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ എവിടെ എത്തിക്കുന്നത് ഒരു പിടുത്തുണ്ടാവില്ല, ട്രെയിൻ എവിടേക്കാ തിരിഞ്ഞൊന്നും പിടുത്തുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എവിടേക്കാണോ യാത്ര പോകുന്നത് തിരിയാം, ഇങ്ങോട്ട് തിരിയാം, അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല, അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് തന്നെ തിരിയണം. ഇൻഷാ അല്ലാഹ് അതിനെ പറ്റി നമുക്ക് പറയാം. അപ്പൊ കിബിലക്ക് മുന്നിടുക. മറ്റൊന്ന് സമയമായി എന്നറിയുക, അത് നിർബന്ധമാണ്. നമ്മുടെ ഏകദേശം നമ്മുടെ തിരക്കിനനുസരിച്ച് കണ്ട് പായിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് പായിട്ടുണ്ടാകും എന്ന് കരുതി നിസ്കരിച്ചു എന്നാ ആയാലും പറ്റില്ല, മടക്കി നിസ്കരിക്കണം. ഇപ്പോ ളുഹറിന്റെ സമയം ആയിട്ടുണ്ടാകും എന്ന ധാരണയുള്ള നമ്മൾ ഉറപ്പിച്ചിട്ടില്ല. അങ്ങനെ ഉറപ്പിക്കാതെ ഒരാൾ നിസ്കരിച്ചു, എന്നിട്ടോ പിന്നെ നോക്കുമ്പോ പിന്നെ വാച്ചുള്ള ഒരാൾ വന്ന് അപ്പൊ അവനോട് ചോദിച്ചു ഇപ്പൊ സമയം എത്ര അയക്കണേ, ഇപ്പൊ ഏകദേശം 12:45 അയക്കണ്. അപ്പൊ ഉറപ്പായി എന്തായി, ഞാൻ നിസ്കരിച്ചത് സമയത്ത്, എന്നാലും പറ്റൂല പറഞ്ഞ വിഷയം മനസ്സിലായല്ലോ. അതായത് നമ്മളൊരാള് ളുഹറിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ സമയം ആയി എന്ന് അവർക്ക് ഉറപ്പിട്ടില്ല, ആയിട്ടുണ്ടാകും എന്നുള്ള അധിക ധാരണ അവന്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഒരാൾ നിസ്കരിച്ചു, ആ നിസ്കാരത്തിന് ശേഷം ഒരാൾ വന്നപ്പോ സമയമൊക്കെ നോക്കി നോക്കുമ്പോ എന്തായിട്ടുണ്ട്, ഞാൻ നിസ്കരിച്ച സമയത്ത് തന്നെ ആണെന്ന് അവർക്ക് ഉറപ്പായാൽ പോലും ആ നിസ്കാരം സ്വീകാര്യമല്ല. എന്റെ കാരണം നിസ്കരിക്കുന്നതിന്റെ മുമ്പ് തന്നെ സമയം ആയി എന്ന് ഉറപ്പിക്കാൻ അവന്റെ കയ്യിൽ ഒരു സംവിധാനം ഇല്ല നോക്കുക. എന്നാൽ സാഹചര്യ തെളിവുകൾ വെച്ചുകൊണ്ട് അവൻ ഗവേഷണം നടത്തണം. എങ്ങനെ സാഹചര്യ തെളിവ്? ഏകദേശം പഴയ കാലത്തൊക്കെ നമ്മൾ വാച്ച് ഉണ്ടായിട്ടില്ലല്ലോ, സൂര്യന്റെ നിഴലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടായിരുന്നു. അതുപോലെ ചില പക്ഷികളുടെ ശബ്ദങ്ങള് ഒക്കെ ഇന്നിപ്പോ അതൊന്നും നോക്കാൻ പറ്റൂല. കാരണം സുബൈക്ക് ശബ്ദിക്കുന്ന നത്ത്, പണ്ടൊക്കെ നമ്മൾ നത്ത് അറിഞ്ഞ സാധനം ഉണ്ടായിരുന്നു, കൂഹു എന്ന് പറഞ്ഞ സാധനം, അത് ആ സുബൈന്റെ നേരത്തെ എന്തായിരുന്നുള്ളൂ. അതുപോലെ കോഴി, അതൊക്കെ ആ 4 മണിക്ക് സമയത്ത് എന്തായിരുന്നു കൂകിയെന്ന്. ഇപ്പൊ അതല്ലപ്പ നട്ടപ്പാതരക്കും അതുപോലെ മഗ്‌രിബിന്റെ ശേഷമൊക്കെ കോഴി കൂകാനും നത്ത് കരയാനും പച്ചപ്പകരും നട്ടുച്ചക്കും നത്ത് കരയുണ്ട്. അപ്പൊ അതൊന്നും ഇപ്പൊ നോക്കാൻ പറ്റിയൊരവസ്ഥ അല്ല. അപ്പൊ അതുകൊണ്ട് അവന്റെ ഉള്ള അറിവ് വെച്ച് അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഏകദേശം ഒരു ഉറപ്പിലെത്താൻ നിസ്കരിക്കുക. അല്ല അത് വേറെ, അത് കുട്ടികൾ പേടിക്കണ സാധനം. നത്ത് വേറുണ്ട്, കുറ്റിച്ചൂലാൻ പാറുണ്ട്. കുറ്റിച്ചൂല കുട്ടികൾ പറയാതെ ഒറ്റ ഉണ്ടാക്കിയാൽ ആരെങ്കിലും മരിക്കും എന്നൊക്കെ പറഞ്ഞത്, അത് വേറെ. അപ്പൊ ഏതായിരുന്നാലും അപ്പൊ സംസ്കാരത്തിന്റെ 5 ഷർത്തുകൾ: 1 അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തുക, 2 ശരീരം, വസ്ത്രം, സ്ഥലം എന്നിവ നജസിൽ നിന്ന് ശുദ്ധിയാവുക, 3 ഔറത്ത് മറക്കുക, 4 ഖിബിലക്ക് മുന്നിടുക, 5 സമയമായി എന്നറിയുക. ഇങ്ങനെ 5 പ്രധാനപ്പെട്ട നിബന്ധനകൾ എന്തിനുണ്ട്? ഈ നിസ്കാരത്തിന്റെ മുന്നേ നമ്മൾ ശ്രദ്ധക്ക് നിസ്കരിക്കാൻ നിൽക്കുന്നതിന്റെ മുന്നേ ഒരുക്കി ഉണ്ടാക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന ഇബാദത്തുകളും അമലുകളും ഒക്കെ അല്ലാഹു പൊരുത്തപ്പെടുന്ന നിലക്കും അവൻ സ്വീകാര്യയോഗ്യമായ നിലക്കും ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അർഹമുർ റഹ്മാനായ രാജ സയ്യിദായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും ഞങ്ങൾക്ക് നീ പൊറുക്കണം റഹ്മാനെ. ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകുകയും ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിന്റെ താഅത്തിലായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. പടച്ചവനെ, സാധുക്കളായ ഞങ്ങളെ കൃത്യമായി നിസ്കരിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നിസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവരുടെ പട്ടികയിൽ നിന്ന് ഞങ്ങളെ നീ നീക്കണം റഹ്മാനെ. പടച്ചവനെ, ചെയ്യുന്ന അമലുകൾ അറിയാത്തത് പഠിക്കാനും ആ പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ.
ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ നീക്കി തരണം റഹ്മാനെ. മനസ്സിൽ സന്തോഷവും സ്നേഹവും റാഹത്തും സലാമത്തും നീ നൽകണം റഹ്മാനെ. സന്തോഷകരമായ കുടുംബ ജീവിതം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാര്, സന്താനങ്ങൾ, സമ്പത്ത് തുടങ്ങിയ ഞങ്ങൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് നീ ഖൈറും ബറക്കത്തും ഏറ്റി തരണേ റഹ്മാനെ. പടച്ചവനെ ഖൽബ് നീ നന്നാക്കണം അല്ലാഹ്. കിബ്ർ, ഉജ്ബ്, ഹസദ്, ഇഖ്ത് പോലെയുള്ള മാനസിക മാലിന്യങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഖൽബിനെ നീ ശുദ്ധിയാക്കണം റഹ്മാനെ. പടച്ചവനെ സത്യം സത്യമായി അംഗീകരിക്കാനും അതിനെ പിന്തുണക്കുവാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. പടച്ചവനെ ഞങ്ങളുടെ ഖൽബ് ഇഖ്ലാസ് കൊണ്ട് നീ പ്രകാശിപ്പിക്കണേ റഹ്മാനെ. ഈമാനു തഖ്വ കൊണ്ട് പ്രകാശിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ആത്മാർത്ഥത ഞങ്ങൾക്ക് നീ കൈമുതലാക്കണം റഹ്മാനെ. ഒരു മേഖലയിലും ഖൈറിന്റെ മേഖലയല്ലാത്ത ഒരു മേഖലയിലും ഞങ്ങൾക്ക് നീ മത്സര ബുദ്ധി നൽകല്ല അല്ലാഹ്. ഖൈറിന്റെ മേഖലയിൽ മുന്നേറാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. പടച്ചവനെ ഫസാദായ കാലഘട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും മക്കളെയും സന്താനങ്ങളെയും നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. നിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളുടെ കാവൽ ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പൈശാചികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന്, സാമ്പത്തികമായ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. اللهم ربنا اغفر لنا وارحمنا ولوالدينا ربنا ارحمهم كما ربونا صغارا آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. സഹോദരങ്ങളെ, നമുക്കറിയാം എല്ലാ മാസത്തിൽ നടക്കുന്ന നമ്മുടെ ക്ലാസ് ചൊവ്വാഴ്ച 2 മണിക്കാണ്, 1-ാം തീയതി. അബ്ദുൽ അസീസ് നിസാമി എല്ലാവരും കയ്യിൽ ഇത് കിട്ടിയല്ലോ, അറിയുന്ന ആളുകളോടൊക്കെ പറയാ, പ്രചരിപ്പിക്കുക, ആളുകളെ കൊണ്ടുവരും. അതെ, സൂറത്തുൽ ഫലക്ക് എന്ന് പറഞ്ഞാല് ഈ സിഹിർ, മാട്ട്, മാരണം തുടങ്ങിയ ഇതിനൊക്കെയുള്ള മരുന്നും കൂടിയാണ്. അപ്പൊ അതെന്താണെന്നും അത് എങ്ങനെയാണ് എന്നും അതിന്റെ പോംവഴി എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിൽ വിവരണം ഉണ്ടാകും എന്ന് ഉസ്താദ് അറിയിക്കുന്നു. എല്ലാവരും പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.